ഹായ്, പുതിയ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ ജസുവിൻ്റെ PR ടീം. അയ്യോ, PR ടീമിൻ്റെ സംസാരവും പ്രവർത്തികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ശിവനെ 8 നിലയിൽ ഒന്നും പറയാനില്ല. ഏതായാലും നമുക്ക് കുറച്ച് കാര്യം കേൾക്കാം. ഒരു വോയിസ് ആണേ. എന്തുവാ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന നരേഷൻ മറ്റൊന്നുമല്ല. അഫ്സൽ ഒരു ക്രൂവൽ പേഴ്സണാലിറ്റിയാണ്. അഫ്സൽ അവളെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അഫ്സൽ ഇമാതിരി എല്ലാം വൃത്തികേടുകൾ എഴുതി വെക്കുന്നതെന്ന്, അല്ലെങ്കിൽ അതുപോലത്തുള്ള പോസ്റ്റുകൾ ഇടുന്നത് ഒക്കെയാണ്. വാസ്തവത്തിൽ അത് സത്യമല്ലേ? അവൾ അതിനകത്ത് ഇനി അവനുമായിട്ടൊരു സെക്ഷൽ കോണ്ടാക്ട് തന്നെ ഉണ്ടായാലും അഫ്സൽ മിണ്ടാൻ പാടില്ല. കാരണം ജാസുമോൾ പ്രതീക്ഷിക്കുന്നത് ഒരു അടിമയാണ്. ആ അടിമയായിട്ട് അപ്സു നിന്നില്ല വെച്ചാൽ അപ്സുവിന് വേണ്ട എന്ന് വെക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ജാസുമോക്കുണ്ട്. എനിവേ, ജാസുമോളും അപ്പുവും കൂടെ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ, നമുക്കത് വിഷയമല്ല. പക്ഷേ ഈ പറഞ്ഞത് കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ പല പ്രാവശ്യവും പല തേപ്പുകാരികളോടും നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പോയി ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ചാടി വീണ് കഴിഞ്ഞാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് ഇതിനകത്തുണ്ട്. അതൊന്ന് കേൾക്കാം. പറകളെ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു നോളേജും ഇല്ലാത്തവരാണ്. അവർക്ക് അറിയത്തില്ല ഇത് എന്തൊക്കെയാ കളിക്കുന്നതെന്ന്. ഈ പിള്ളേരുടെ തലയിൽ കൂടെ എന്തൊക്കെ ഓടുന്നതെന്ന് മനസ്സിലാകത്തില്ല. നമ്മളൊക്കെ ഈ ഏത് സമയം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാകാം നമുക്കേ തോന്നുന്നത്. ഓരോന്ന് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ഇവിടുന്ന് വന്നായിരിക്കും, ഇവിടുന്ന് കണക്ട് ആകുന്നത് നമുക്ക് പെട്ടെന്ന്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സിബിൻ പെട്ടെന്ന് വരുന്നു, അഫ്സൽ കൊണ്ടാക്കുന്നു. ഇത് ശരിക്കും ഇതെന്താ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇത് സിനിമയൊന്നും അല്ലല്ലോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല. എല്ലാരും കൂടെ കൊച്ചിപ്പം ടോപ്പ് പൊസിഷനിൽ വന്നു. സിബിൻ നമുക്കറിയാം, സിബിന് ജാസ്മിനോട് എന്തോരം വൈരാഗ്യം ഉണ്ടെന്ന്. അതിന്റെ ഇരട്ടിയുള്ള അഫ്സലിന് ജാസ്മിനോടുള്ള വൈരാഗ്യം. ശത്രുവിന്റെ ശത്രു മിത്രം. അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ ആരുമില്ല, അത് കാരണം താങ്ങായിട്ട് അഫ്സൽ നിൽക്കും. അത് തന്നെ ഈ ഉയരത്തെ അസ്ഫലില്ലേ, അതേപോലത്തെ ക്യാരക്ടർ. അവൻ നേരത്തെ കൊണ്ട് ആസിഡ് വയ്ക്കും. ആ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. പടച്ചോനെ, പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനമായി അവർ അത് ഗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഫ്സലിനെ നമ്മൾ എത്രയും പെട്ടെന്ന് പോലീസിന്റെ അടുത്ത് വിവരം അറിയിച്ച് അകത്താക്കണം. അഫ്സലിനെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ജാസുമോള് സേഫ് ആവൂ. അല്ല എന്നുണ്ടെങ്കിൽ ജാസുമോളെ ആസിഡ് ഒഴിച്ച് കൊല്ലാനാണ് അഫ്സൽ തീരുമാനിച്ചിരിക്കുന്നത്. അഫ്സലിന്റെ ഗൂഢാലോചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, അവരുടെ തന്നെ PR ടീമുകളാണ്. സിബിനും അഫ്സലും കൂട്ടുകക്ഷികളാണ്. ഇവർ രണ്ടുപേരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, ഇല്ലേ? അങ്ങനെയല്ലേ ഇവർ പറയണത്. എന്നാ കേട്ടുനോക്കാം. അവർക്ക് കിട്ടാത്തത് മറ്റവർക്ക് കിട്ടാനും പാടില്ല. അവര് കിട്ടാത്തത് കൊണ്ട് അവൾ മാക്സിമം നെഗറ്റീവ് നോക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ അവളോടുള്ള സ്നേഹമൊന്നുമില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഒരാളെ സമ്മതിച്ചു കേട്ടോ, നമിച്ചു. ഇമാതിരി PR ടീം വേറെ ആർക്കും കിട്ടാനില്ല. ഏതായാലും ആ നിലവാരം അത് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവന് കിട്ടാത്തത് വേറൊരാൾക്കും കിട്ടരുത്. ഓ, എന്തുവാ ഇത്? അല്ല, എന്തുവാ കിട്ടാകനിയാണോ ഇത്? അയ്യോടാ, ഇത് എല്ലാം ഒന്നൊക്കെ തന്നെ അല്ലേടെ. ഇതിനെക്കാട്ടി നല്ല തൊലി വെളുപ്പുള്ള നല്ല ഇതേപോലെ വർത്തമാനം കൊണ്ട് ദിൽഷയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം റോബിന് കിട്ടിയ പെങ്കൊച്ചിനെ കണ്ട വെളുത്ത് തുടുത്ത് കൊഴുത്തിരുന്നിട്ട് കാര്യമില്ല. ഒരാഴ്ച വേറെ എന്തെങ്കിലും ഒരു വിശേഷത്തിന് പുറത്തോട്ട് പോയാലും വീട്ടിനകം മൊത്തം പിന്നെ നല്ല എന്താ പറയണേ, ഈ മതിലാണെങ്കിൽ മതിൽ കെട്ടിൽ മുഴുക്കുക, നല്ല ഇരുമ്പ് കമ്പി വെച്ച് കറണ്ട് പാസ് ചെയ്ത് ലോക്ക് ചെയ്ത് 10 പട്ടിയും വിട്ടിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ചാടി പോകും. അങ്ങനെയുള്ള സാധനത്തിനെ കിട്ടാത്തത് കൊണ്ട്, ആർക്കും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് സംശയരോഗിയാണെന്ന്. അഫ്സലെ സംശയരോഗിയാണെന്ന്, അത് ശ്രദ്ധിക്കണം. സംശയരോഗം. പക്ഷേ ജാസുമോക്ക് സ്നേഹമുണ്ട്, അത് നമ്മൾ തർക്കിക്കാൻ പാടില്ല. ജാസുമോക്ക് അഫ്സലുക്കാൻ്റെ അടുത്ത് ഭയങ്കര പ്രേമമാണ്. അതുകൊണ്ടാണല്ലോ അഫ്സലുക്ക കാണുന്നിടത്തേക്കൊക്കെ പോയി അവരിരുന്ന് വാഴത്തോപ്പിൽ തന്നെ ക്രിയേറ്റിവിറ്റി ആയിട്ട് നടത്തി. 3 ക്യാമറ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കൈ പിടിച്ചു മുത്തുന്നു, കഴുത്തിക്കടിക്കുന്നു, കവിളിൽ ചുംബിക്കുന്നു, കെട്ടിപ്പിടിച്ചു, കൂടെ കിടക്കുന്നു, ഒരേ കട്ടിലിൽ ഒരേ റൂമിൽ ഒന്നിച്ച് പുതപ്പുകൾക്കടിയിൽ തലയണകൾക്കിടയിൽ കൈ നേരെ പോയി വിക്രയങ്ങൾ. അതായത് നമ്മൾ ഒരു ചട്ടി വാങ്ങിയെന്ന് വയ്ക്കുക. ഈ ചട്ടി വാങ്ങിയ ഉടനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം നമ്മൾ എന്തോ ചെയ്യും? ഇതിനെ പഴക്കും.
അതായത് ചട്ടി നമുക്കൊന്ന് പഴക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അടുപ്പത്തോട്ട് വെച്ചാൽ പൊട്ടിത്തെറിച്ച് ചട്ടി പൊട്ടിയായി പോകും. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പഴക്കും. ആ പഴക്കൽ നാടകമാണ് അവിടെ നടക്കുന്നത്. ഈ ഫസ്റ്റ് ടൈം യൂസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടുക ബ്ലീഡൊക്കെ ആകും. അതേസമയം യൂസ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അപ്പു തന്നെ അവിടെ കൊണ്ട് ആളെ വിട്ടത്. മനസ്സിലായില്ല? അപ്പം മുല്ലപ്പൂ ഒന്ന് പഴകി ചഴി മൊത്തത്തിൽ പെയിൻലെസ് കണ്ടായിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ അത് തന്നെ. അവനിപ്പോ കാണിക്കുന്ന മൊത്തം ഫേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നിഷ്കളങ്കരായ ജാസ്മിന്റെ പാരന്റ്സിനെ അവൻ മാനിപ്പുലേറ്റ് ചെയ്തു. അവൻ ജാസ്മിനോട് സ്നേഹമൊന്നുമില്ല. അവൻ സ്നേഹം ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ആ പോയിന്റ് നിങ്ങൾ കവറപ്പ് ചെയ്തോളാം. നിഷ്കളങ്ക അതൊരു 5-6 വട്ടം വീണ്ടും വീണ്ടും കവറപ്പ് ചെയ്താലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് സാധനം കിട്ടുള്ളൂ. നിസ്കുവിൻ്റെ അങ്ങേയറ്റത്തെ നിഷ്കളങ്കയാണ്. അതുകൊണ്ടാണ് അവൾക്ക് മനസ്സിലാകാതെ പോയത്. ഈ കോഴി ഗബ്രിയാണ് ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചതല്ല, അവൾ തേച്ചതല്ല. അപ്പോൾ ഉന്നാക്കായ്ക്ക് സംഭവിച്ചത് അതിന് മുമ്പ് ഒരു പിന്നാക്കം ഉണ്ടായിരുന്നു. ആ പിന്നാക്കായ്ക്ക് സംഭവിച്ചത് പിന്നെ ഉന്നാക്കയ്ക്ക് സംഭവിച്ചു, പിന്നെ അപ്സുവിന്, പിന്നെ ഇപ്പോൾ ഗബ്രിക്ക്. ഇത്രയൊക്കെ ചെയ്യുന്നത് നിസ്കു ആയതുകൊണ്ടാണോ? ഇത്രയും നിഷ്കളങ്കത നമ്മുടെ രാജ്യത്ത് പ്രശ്നം. മമ്നൂനെ അതിവിടെ പറ്റത്തില്ല. ഹേ, ഇത്രയും നിസ്കുവായ ഒരു പെൺകുട്ടിയെ നമ്മൾ ഉപദ്രവിക്കരുത്. ഹേ, ഹൈ ഹോപ്പും ജാസ്മിനോട് ഗബ്രിനോടൊക്കെ അവനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. സൈക്കോലോവർ ഒന്നും അല്ല ഇത്. നമ്മൾ കണ്ടിട്ടില്ല മറ്റേ പാർവതിയും ആസിഫ് അലിയും കൂടെ ഒരു ഫിലിമിനകത്തില്ല. എന്നിട്ട് അവൻ ആൻസർ ഒഴിക്കുന്ന നമുക്ക് സെയിം അതാണ് എനിക്ക് തോന്നുന്നു ഈ അഫ്സലിന്റെ ഒരു ടൈപ്പ് രീതി കണ്ടിട്ട്. രമ്യ കാരണം ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ ക്ലോസ് ഫ്രണ്ട് 5 പേര് ഒക്കെ ഉള്ളൂ. അതിലൊന്നും ഈ വിവിന്റെ പേരെ ഉൾപ്പെട്ടിട്ടില്ല. ആക്ച്വലി ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന് ഈ യൂട്യൂബിൽ ആരും ക്ലോസ് ഫ്രണ്ട്സില്ല, ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചതാണെന്ന് പറയാനാണ്. പുള്ളൊരു യൂട്യൂബറാണ്, വിവിയുടെ ഫ്രണ്ടാണ്. ഞാൻ പലതും ചോദിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ചോരുന്നൊന്നുമില്ല. എന്നാലും ഇവർക്കൊക്കെ എന്താ പ്ലാനുണ്ട്. വിവിയാണ് വിഷയം. വിവി ഇവളുടെ സുഹൃത്തല്ല. അയ്യോ, ആയിരിക്കത്തില്ല. പക്ഷെ രണ്ടും കൂടെ ഒന്നിച്ചിന്ന് ഫോട്ടോ എടുത്തിട്ട് അവളുടെ ശത്രുക്കൾക്കൊക്കെ സ്ട്രൈക്കും കൊടുത്ത് അവളുടെ ചാനലൊക്കെ പൂട്ടിക്കാൻ വേണ്ടി വിവിയാണ് മുൻപിട്ട് നിർത്തിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത് PR ടീമിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഞാൻ ചുരണ്ടി മാറ്റിയ സാധനം. ആക്ച്വലി ഇത് കണ്ണൻ എടുത്തിട്ടിരിക്കുന്നുണ്ട്, കണ്ണൻ്റെ ഒന്ന് കോപ്പി അടിച്ചെടുത്തതാണ്. എന്ത് തന്നെ ആയാലും സംഗതി ഇറലവൻ്റ് ആയ സോഴ്സിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് പ്രകാരം PR-കളുടെ സംശയം ഇത്രയേ ഉള്ളൂ. സൈക്കോ ലവറായ അഫ്സൽ ഇക്കുക്ക ജാസ്മിൻ പുറത്തേക്ക് വരുമ്പോൾ ആസിഡ് ആക്രമണത്തിന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. മാത്രമല്ല അധികാരികൾ ആരെങ്കിലും ഉണ്ട്, പ്ലീസ് ബി ക്ലിയർ ആൻഡ് നോട്ട് ദിസ്. ജാസ്മിന് സൈബർ ആക്രമണം മാത്രമല്ല, ഇനി ഉണ്ടാകാൻ പോകുന്നത് ആസിഡ് ആക്രമണമാണ്. ആ ആസിഡ് ആക്രമണത്തിൽ ആ കുട്ടിയുടെ മുഖം വികൃതമാക്കാൻ അഫ്സൽ പ്ലാൻ ഇടുന്നതായിട്ടും അഫ്സലിൻ്റെ ഒപ്പം സിബിൻ ഇത് ചെയ്യുന്നതായിട്ടുമാണ് PR-കളുടെ സംശയം. അവരുടെ സംശയം അസ്ഥാനത്ത് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അവർക്കതൊരു വിലീവായിരിക്കുന്നിടത്ത് മറ്റാരെങ്കിലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഏർപ്പാടാക്കി കഴിഞ്ഞാൽ ആ പേര് അഫ്സലിനും സിബിനും പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അഫ്സലിൻ്റെയും സിബിൻ്റെയും ഫോൺ ട്രാപ്പ് ചെയ്യുകയും അവരെ പിടിച്ച് കെട്ടിയിടുകയും പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ലുകയും ചെയ്യണമെന്നാണ് PR ടീം അവകാശപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അത് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. ഇത്തരക്കാരെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം. കാരണം ഈ പയ്യന്മാർ 2 പേരും പ്രത്യേകിച്ച് സിബിനും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. തേപ്പ് എന്താണെന്ന് ആ കുട്ടികൾക്ക് 2 പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അവന്മാർ ഈ സമൂഹത്തിന് ആപത്ഘട്ടത്തിലാണ് അവരുള്ളത്. അവർ തീർച്ചയായിട്ടും മുല്ലപ്പൂവിൻ്റെ മുഖത്തേക്ക് ആസിഡ് എറിയുമെന്നാണ് PR ടീമുകാർ എടുത്ത് ഊന്നി പറയുന്നത്. ഞാനും അതിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കൂട്ടുകാരെ. പ്രണയ നിലഹ മധുര നിലഹ പ്രണയമെത്രയെത്ര സുന്ദരം. ചില നേരെ ഈ സൗന്ദര്യം അങ്ങ് പോയി പോകും കേട്ടോ. ആസിഡ് ഇപ്പം ഇനി ഇങ്ങേരെ ഒഴിച്ചില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒഴിച്ചു. കാരണം കയ്യിരിപ്പ് അതാണല്ലോ. ഒരു തേപ്പൊക്കെ നമുക്ക് അംഗീകരിക്കാം. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തേപ്പുകൾ അനിവാര്യമാണ്. പക്ഷേ നോ ടോക്സിക് റിലേഷൻഷിപ്പ്, നത്തിങ്, ഓൺലി ഗോൾഡ് ഡിഗർ. നിരന്തരമായി തേപ്പുകളിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഈ നിങ്ങൾ പിന്നെ ആസിഫ് അലിയുടെ സിനിമ മാത്രമേ കാണുള്ളൂ PR അളിയന്മാർ. വേറൊരു സിനിമയുണ്ട്, ഞാൻ പറഞ്ഞുതരാം ഏതാണ്.
നമ്മുടെ ജയസൂര്യ അഭിനയിച്ച ഒരു സിനിമ ഉണ്ട്. നടുവെട്ടി കിടക്കുമ്പോഴത്തേക്ക് വീട്ടിൽ സർവൻ്റായിട്ട് നിന്നവൻ്റെ കൂടെ പെണ്ണുമ്പിള്ള ഇറങ്ങി ഒരു പോക്ക് പോകും. അവസാനം ഒരിടത്തിരുന്ന് മത്തിക്കച്ചവടം നടത്തുമ്പോൾ നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷയോടെ 4 പിള്ളങ്ങളെ എടുത്തുകൊണ്ട് എഴുന്നേക്കുന്ന അമ്മച്ചിയോട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ശ്രദ്ധ ഇവിടെ തന്നെ വന്നോളും. അത്തരത്തിലുള്ള ഗോൾഡ് ഡിഗേഴ്സിന് അതാണ്. എന്തായാലും അഫ്സലും ഈ പറയുന്ന സിബിനും അമ്മാതിരി ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ ഡിഗ്നിറ്റിയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന പിള്ളേരാണ്. അവർക്ക് എന്തായാലും അത്രയും തരം താഴേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ചക്ക പോയാൽ വേറെ കിട്ടത്തില്ലയോ, ഈ ചക്ക ആർക്ക് വേണം? അതിന് അഫ്സലിൻ്റെ അമ്മ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഇപ്പോഴും പറഞ്ഞത്. ഒന്ന് പെറ്റി കഴിയുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ ഈ സ്ട്രക്ചറൊക്കെ. അത് കഴിയുമ്പോൾ ഇതൊക്കെ വെറും ഏണിമണപ്പൂഞ്ഞോഞ്ഞ മാമനക്ക് മഞ്ഞിമാല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് അത്ര ബോധ നിലവാരമേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് ഇതുപോലൊരു സംഭവം നടന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. നമ്മുടെ വീട്ടിലൊരു കുട്ടി സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് നടക്കുകയാണെങ്കിൽ അവളെ പറഞ്ഞ് തിരുത്തി, ഒരു കാരണവശാൽ ഇത്തരം വൃത്തികേടുകളിൽ പോയി ചാടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരേണ്ട അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും കൂടെ ഇരുന്നു കൊണ്ട് അഫ്സൽ ആസിഡ് എറിയും എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ നിലവാര തകർച്ചയാണ് അവിടെ കാണുന്നത്. ആ പറക്കാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നാണ് പറഞ്ഞത്. അത് അവൻ്റെ സ്വാഭിമാന ബോധമാണ്. അവന് ചുറ്റും ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇവളെ കെട്ടാൻ പോണമെന്നും ഇവളെൻ്റെ കെട്ടിയവളാകാൻ പോകുന്നവളാണെന്നും പറഞ്ഞുകൊണ്ട് നടന്ന അവനെ അതിനകത്ത് പോയി ഗബ്രി കാക്കയുടെ സാധനത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവളെ കാണുമ്പോൾ പലതും തോന്നും, പലതും പറയണമെന്ന് തോന്നും. അത്രയൊന്നും വൾഗറായി അവൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അത്രയും പെയിൻഫുള്ളായ ഒരു ആക്റ്റാണ് അവൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാരണവശാൽ അംഗീകരിക്കാനാകും. നിങ്ങൾക്കത് നിഷ്കളങ്കതയായിട്ട് തോന്നും, നമുക്കത് നല്ല ലെസ്റ്റായിട്ടാണ് തോന്നിയത്. എനിക്കങ്ങനെയാണ് തോന്നിയത്, പൊതുസമൂഹത്തിനും അങ്ങനെയാണ് തോന്നിയത്. അത് ആളുകൾ പറയുന്നത് കേട്ടിട്ട് അവരെ നേരെ ചാടി കയറാതെ ഈ ലെസ്റ്റും കൊണ്ട് നടക്കുന്ന ഈ മാടത്തിനെ എത്രയും പെട്ടെന്ന് പിടിച്ച് ഏതെങ്കിലും മുതുക്ക് പണ്ടാരത്തിനെ കൊണ്ട് കെട്ടിച്ചു വിടും. അതോടെ പ്രശ്നം തീരും. അല്ല വെച്ചാൽ ഈ കഴപ്പ് മൂത്തത് ഇങ്ങനെ പല ഇടങ്ങളിൽ നടന്ന് പലരെയും കയറി പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായില്ല. മുല്ലപ്പൂ നല്ല മണമാണ്, പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ തീട്ടത്തിൻ്റെ മണമാണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. എനിക്കത്രേ പറയുള്ളൂ. വരട്ടെ. ഐ ലൈക്ക് പൊങ്കാലാസ്. യു കം ആൻഡ് ഡു ദ പൊങ്കാലാസ് ഇൻ മൈ കമൻറ്റ് സെക്ഷൻ. ഐ വിൽ ഡു ബാക്ക് ദ സെയിം തിങ് ടു യു. ആസിഡ് അറിയാൻ കിട്ടിയിരുന്നു. ഇതിൽ പരം വലിയൊരു ആസിഡ് ഇനി അവളെ മുഖത്ത് വീഴാനുണ്ടോ? ആർക്കിടോ നേരെ ഇതിനൊക്കെ? എന്ത് വിവരക്കേടാടോ പറഞ്ഞുണ്ടാക്കുന്നത്? PR എന്നും പറഞ്ഞിരിക്കുന്ന കുറേ അൽമേത്തച്ചികളെ എന്തോ പറയാണ്. നിഷ്കളങ്കയായ സസ്സുവിനെ ആസിഡ് എറിയാനായി തീരുമാനമെടുത്തുകൊണ്ട് ഷിബിനും ഷിബിൻ്റെ ടീമും അക്ഷലും അല്ലേ? കൊള്ളാം, നല്ലത് നടക്കട്ടെ.